പൈനാപ്പിൾ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും പൊതുവെ കട്ട് ചെയ്യാനൊരു മടിയാണ്. പൈനാപ്പിൾ അധികം റിസ്ക് ഇല്ലാതെ ഈസി ആയിട്ട് കട്ട് ചെയ്യുകയും വേണം. എന്നാൽ അതിന്റെ മുള്ളൊക്കെ പോകുകയും വേണം. അതിന്റെ ഫ്ലഷ് അധികം വേസ്റ്റ് ആയി പോകുകയും ചെയ്യരുത്. ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞ സമയമേ ഉള്ളൂ, പെട്ടെന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന രീതിക്ക് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഈ കാണിക്കുന്നത് പോലെ കൗണ്ടർ ടോപ്പിന്റെ അറ്റത്ത് വെച്ചിട്ട് പൈനാപ്പിളിന്റെ ചെടി അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ അത് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാം. കത്തിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അതിന്റെ രണ്ട് സൈഡുകളും കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ അതിന്റെ നീളം അനുസരിച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. ഏകദേശം 1 ഇഞ്ച് കനത്തിലുള്ള 3-4 പീസസ് ഉണ്ടാവും. വട്ടത്തിൽ മുറിച്ച ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അതിന്റെ തൊലി കളഞ്ഞ് അതിന്റെ മുള്ളും കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. പൈനാപ്പിൾ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത് തൊലിയോടെ തന്നെ ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്തിട്ട് ടൂത്ത് പിക്ക് എടുത്തിട്ട് കഴിക്കുന്നതാണത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ തൊലിയും കട്ടാവുന്നില്ല, അതിൻ്റെ ഉള്ളിലത്തെ കാമ്പും കട്ടാവുന്നില്ല. അപ്പോൾ അതിന്റെ ഉള്ളിലത്തെ ആ ഒരു ഫ്ലഷ് ആണല്ലോ നമുക്ക് കഴിക്കേണ്ടത്. അതൊരു കംഫർട്ടബിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്നും തോന്നുന്നില്ല. ജ്യൂസ് അടിക്കാനായാലും കുക്ക് ചെയ്യാനായാലും കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കാനായാലും അതിന്റെ തൊലിയും കാമ്പും മുള്ളും ഒക്കെ കളഞ്ഞിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് ഫ്ലഷ് മാത്രം നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ പൈനാപ്പിൾ ഞാൻ ഈ കാണിക്കുന്നത് 2 രീതിയിൽ കട്ട് ചെയ്യുന്നതാണ് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പൈനാപ്പിളിന്റെ തൊലി കളഞ്ഞു, ഇപ്പം മുള്ളും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ കാമ്പും കൂടെ കളഞ്ഞെടുക്കാം. ഞാൻ ഈ കാണിക്കുന്ന പോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നടുവിൽ അതിന്റെ കാമ്പ് മാത്രം പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ളിലത്തെ സ്റ്റെം മാറ്റാതെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ വട്ടത്തിൽ ഉപ്പിലിടാനോ ഫ്രൈ ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം കാണിച്ചത് ഈസി ആയിട്ട് കട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇനി അടുത്തത് കാണിക്കുന്നത് ഇതിന്റെ ഫ്ലഷ് അധികം ഒന്നും വേസ്റ്റ് ആകാതെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നാണ്. ചെടിയൊക്കെ കളഞ്ഞെടുത്ത പൈനാപ്പിൾ ഇതുപോലെ നീളത്തിൽ അതിന്റെ തൊലി കളഞ്ഞെടുക്കണം. പിന്നെ കട്ടി കുറഞ്ഞ ചെറിയ കത്തിയെടുത്ത് ഇതുപോലെ അതിന്റെ മുള്ളും കൂടെ കളഞ്ഞെടുക്കുകയാണെങ്കിൽ അധികം ഫ്ലഷ് ഒന്നും വേസ്റ്റ് ചെയ്യാതെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ കട്ട് ചെയ്യുന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനും ആണ്. അതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഈ പൈനാപ്പിൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോർച്ചുഗീസുകാരാണെന്നാണല്ലോ പറയുന്നത്. നമ്മൾ മലയാളികളോ ഇതിനെക്കുറിച്ച് കുറെ മിത്തസ് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വേണ്ടി ഇത് പ്രഗ്നന്റ് ആയവർ കഴിക്കാനേ പാടില്ല. മിതമായ അളവിൽ പഴുത്ത പൈനാപ്പിളിന്റെ ഫ്ലഷ് പ്രഗ്നന്റ് ആയവർ കഴിക്കുന്നതിന് കുഴപ്പമുണ്ടെന്നൊന്നും സയന്റിഫിക്കലി എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല. പിന്നെ പൈനാപ്പിൾ ചെടി പാമ്പിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നു. അതും ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം പാമ്പ് ഉണ്ടാകുന്നത് അതിന് ഫുഡും ഷെൽട്ടറും കിട്ടുന്ന സ്ഥലത്താണ്. അപ്പോൾ ഒരു വിറക് കൂട്ടി വെക്കുന്നിടത്തോ അല്ലെങ്കിൽ പൈനാപ്പിൾ പോലെ വേറെ കുറ്റിച്ചെടികൾ ബുഷസിലേക്ക് എങ്ങനെയാണോ പാമ്പുകൾ പോകാനുള്ള പ്രോബബിലിറ്റി അത്രയേ പൈനാപ്പിളിന്റെ ചെടിയിലേക്കും പാമ്പ് പോകാനുള്ള ഒരു പ്രോബബിലിറ്റി ഉള്ളൂ. നെക്സ്റ്റ്, മഴ പെയ്തു കഴിഞ്ഞാൽ പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല. സേഫ് ആൻഡ് ക്ലീൻ ഒക്കെ ആണെങ്കിൽ മഴക്കാലത്തെയും പൈനാപ്പിൾ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ പൈനാപ്പിൾ കഴിക്കുമ്പോൾ ആ ഒരു ഇച്ചിങ്, ആ ഒരു ചൊറിച്ചിൽ പോലത്തത് കുറക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ എന്തായാലും ഷുഗർ ആഡ് ചെയ്തിട്ടേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. ഈ ചൊറിച്ചലിന് കാരണമാകുന്നത് എൻസൈമാണ്. അത് പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് അതിന് മാറ്റമൊന്നും വരില്ല. പിന്നെ അത് വേവിച്ചിട്ട് കഴിക്കുമ്പോഴാണെങ്കിൽ അതിന് മാറ്റം ഉണ്ടാകുമെന്നാണ് ഗൂഗിൾ പറയുന്നത്. എഗെയിൻ പൈനാപ്പിളിന്റെ മുള്ളും തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ആ ഒരു സ്റ്റെമ്മേ കളയേണ്ടതുള്ളൂ. ഇതുപോലെ സ്റ്റെമ്മ് കളഞ്ഞിട്ട് അതുപോലെയും സെർവ് ചെയ്യാം, കട്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാം. ഇനി ഉപ്പിലിടാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടും ഉപ്പിലൊക്കെ ഇടാവുന്നതാണ്. നിങ്ങളുടെ നാട്ടിലും ഇതുപോലത്തെ തെറ്റിദ്ധാരണകൾ പൈനാപ്പിളിനെ കുറിച്ച് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അതുപോലെ പൈനാപ്പിൾ വിളവെടുത്തത് പഴുക്കാൻ മാത്രം മൂത്തിട്ടില്ലെങ്കിൽ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കിയാൽ മതി. പൈനാപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വീഡിയോസ് ചാനലിന്റെ അതിന്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആക്കി കൊടുത്തേക്കാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം.